ഡിയർ സ്റ്റുഡൻസ്, വർക്ക് എനർജി പവറിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റന്റ് ഫോഴ്സ്. കൊടുത്ത ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് എത്രമാത്രം വർക്ക് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ കണ്ടെത്താൻ പോകുന്നത്. നമുക്കറിയാം വർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്കേലാർ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഞാനൊരു ഓബ്ജക്റ്റിനെ ഒരു സർഫസിൽ വെച്ച് ആ ഓബ്ജക്റ്റിന്റെ മുകളിൽ ഒരു ഫിക്സഡ് ഫോഴ്സ് കൊടുത്തിരിക്കുന്ന ഫോഴ്സ് 5 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കാം. അതിന്റെ ഭാഗമായിട്ട് ആ വസ്തു സർഫസിലൂടെ നീങ്ങി പോയിട്ടുണ്ട് ഒരു പ്രത്യേക ദൂരം എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ കൊടുത്ത ഫോഴ്സിന്റെയും വസ്തുവിനുണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെയും ഒരു ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫ് ഏകദേശം ഇതുപോലെയാണ് വരുന്നത്. ഈ ഗ്രാഫ് പറയുന്നത് എന്താ? ഫോഴ്സ് കൊടുത്തിരിക്കുന്നത് ഒരു ഫിക്സഡ് ആണ്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഈ സ്ട്രെയിറ്റ് ലൈൻ എടുത്തിരിക്കുന്നത് 5 ന്യൂട്ടൺ കറസ്പോണ്ടിങ് ആണെന്ന് വിചാരിച്ചു. ഇപ്പൊ 5 ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആ ഓബ്ജക്റ്റിന് മുകളിൽ കൊടുത്തു. ഓബ്ജക്റ്റിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. സോ ദ ഗ്രാഫ് വിൽ ബി ഡെഫിനറ്റ്ലി എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് ആക്സിസ്. അങ്ങനെയെങ്കിൽ ഈ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ താഴെ വരുന്ന ഏരിയ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്താൽ ആ കിട്ടുന്ന ഗ്രാഫിന്റെ താഴെ ഭാഗത്തുള്ള ഏരിയ കണ്ടാൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗീവ്സ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്നുള്ളത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, ബ്രെഡ്ത്ത് എന്നുള്ളത് ഫോഴ്സ് ആണ്. സോ ഐ ഗെറ്റ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. When you multiply force with the displacement, you get definitely a physical quantity, that is work. That means work done by a constant force, area under the force displacement graph gives the total work done. Here the work done is by a constant force. എന്നാൽ ഈ ഓബ്ജക്റ്റിന് കൊടുത്തിരിക്കുന്ന ഫോഴ്സ് ഗ്രാജുവൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആയിരുന്നുവെങ്കിലോ? അങ്ങനെ വേരി ചെയ്യുന്ന ഒരു ഫോഴ്സിൽ ഓബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ എങ്ങനെയാണ് വർക്കിന്റെ ഇക്വേഷൻ കാണുക എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ വേരി ചെയ്യുന്ന ഒരു ഫോഴ്സിനെ സംബന്ധിച്ച് ഗ്രാഫ് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല വരുന്നത്, പാരലൽ ടു എക്സ് ആക്സിസ്. കാരണം ഫോഴ്സിന്റെ വില മാറുകയാണ്. അപ്പൊ ഞാനൊരു ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് വരച്ചു വെച്ചത്. 0യിൽ നിന്ന് മെല്ലെ മെല്ലെ വില ഇൻക്രീസ് ചെയ്ത് പോയിട്ട് ഏകദേശം സ്റ്റേബിൾ ആയ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഫോഴ്സ്, വസ്തുവിന്റെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അപ്പൊ ചെറിയ രീതിയിൽ തള്ളി തുടങ്ങിയ ഓബ്ജക്റ്റിനെ ഫോഴ്സ് കൂട്ടി തള്ളുന്ന അവസ്ഥയിലേക്ക് വന്നു എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ഈ ഗ്രാഫ് വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സിനെ കണ്ടെത്താൻ പറ്റുന്ന ഒരു ഗ്രാഫാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലാണ് ഞാനിവിടെ ഗ്രാഫ് വരച്ചിട്ടുള്ളത്. ഗ്രാഫിന്റെ വില 0യിൽ നിന്ന് ഉയർന്ന് പിന്നെ ഏകദേശം ഒരു ഉയർന്ന വിലയിൽ സ്റ്റേബിൾ ആയിട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. വസ്തുവിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ചെയ്തിരിക്കുന്ന വർക്ക് എത്രയായിരിക്കുമെന്നാണ് കണ്ടെത്താൻ. വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ്. നോക്കൂ, ഇങ്ങനെ വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് വന്നാൽ ഈ കാണുന്ന ഗ്രാഫിന് താഴെയുള്ള ഏരിയ കണ്ടെത്താൻ എക്സാക്റ്റ് ഒരു ഇക്വേഷൻ ഒന്നും നമ്മളുടെ കയ്യിലില്ല. അത്ര സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് തന്ന ഗ്രാഫിനെ വളരെ ചെറിയ ഇന്റർവെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്യുക, വളരെ ചെറിയ ഡിസ്പ്ലേസ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. വളരെ ചെറിയ ഡിസ്പ്ലേസ്മെന്റുകൾ എടുത്താൽ ഞാൻ എടുത്തിരിക്കുന്ന ആദ്യത്തെ സെക്ഷൻ ഇൻഫിനിറ്റിസിമലി സ്മോൾ ആണ്, വളരെ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് ds. ds എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഡെൽറ്റ എസ് എന്ന് പറയുന്ന ആൾ തന്നെയാണ്. അത്രയും ചെറിയ ഡിസ്പ്ലേസ്മെന്റ് എടുത്താൽ അത്രയും ചെറിയ പോർഷനിൽ വരുന്ന ഫോഴ്സ് ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, പാരലൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് ആക്സിസ്. അപ്പൊ അത്രയും ചെറിയ സ്ഥലത്ത് ഫോഴ്സിന്റെ വില കോൺസ്റ്റന്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം ആ ഭാഗത്ത് ഇവിടെ ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ നിങ്ങൾക്ക് ഏരിയ കണ്ടാൽ ആ ഒരു സെക്ഷനിലെ വർക്ക് കണ്ടെത്താൻ പറ്റും. വളരെ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് അവിടുത്തെ വർക്കിനെ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യേണ്ടത് സ്മോൾ വർക്ക് ഡൺ ഇൻ ദാറ്റ് ഏരിയ dW is equal to force in that small displacement, that is F dot the displacement ds. അപ്പൊ നിങ്ങൾക്ക് വളരെ ചെറിയ ഡിസ്പ്ലേസ്മെന്റുകളായിട്ട് അതിനെ മുറിച്ചു കഴിഞ്ഞാൽ ആ ചെറിയ ഡിസ്പ്ലേസ്മെന്റിൽ ഫോഴ്സിന്റെ വാല്യൂ ഏകദേശം ഒരു കോൺസ്റ്റന്റ് വരികയും അതിന് താഴെ വരുന്ന ഭാഗത്തിന്റെ ഏരിയ കണ്ടാൽ അത്രയും ഭാഗത്തെ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യും.
അപ്പൊ ചെറിയ ഡിസ്പ്ലേസ്മെന്റിലെ വർക്ക്, ചെറിയ വർക്ക് dw=F.ds ആണ്. ഇങ്ങനെ ഓരോ ചെറിയ ഇന്റർവെല്ലിലെയും ഓരോ ചെറിയ ഡിസ്പ്ലേസ്മെന്റുകളിലെയും വർക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കൂടി കുറെ DWകൾ കിട്ടും. ആ DWകളെല്ലാം കൂടി കൂട്ടിയാൽ സിഗ്മ കണ്ടാൽ നിങ്ങൾക്ക് തുടങ്ങിയ പോയിന്റ് മുതൽ അവസാനിച്ച പോയിന്റ് വരെയുള്ള ടോട്ടൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. തുടങ്ങിയ പോയിന്റ് ഞാൻ 0 എന്ന് എടുക്കുകയാണെങ്കിൽ 0 മുതൽ അവസാനിച്ച പോയിന്റ് ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ 0 മുതൽ എക്സ് വരെയുള്ള ടോട്ടൽ വർക്ക് ഡൺ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കൂ, ഇത് തുടർച്ചയായിട്ടുള്ള ഒരു സമ്മേഷൻ ആയതുകൊണ്ട് ഇത് സിഗ്മ എന്നുള്ള സിമ്പിൾ അല്ല യൂസ് ചെയ്യുക. പകരം ടോട്ടൽ വർക്ക് കിട്ടാൻ, W കിട്ടാൻ എല്ലാ ചെറിയ വർക്കുകളും DWകളും 0 മുതൽ SO XO വരെ കൂട്ടണം. കണ്ടിന്യൂസ് ആയിട്ട് കൂട്ടണം. അതിന്റെ പേര് ഇന്റഗ്രേഷൻ എന്നാണ്. അപ്പൊ യു ഷുഡ് ഇന്റഗ്രേറ്റ് ദ സ്മോൾ വർക്ക് ദാറ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to x F.ds അല്ലെങ്കിൽ dx എന്ന് വിളിക്കാം. കാരണം x ആണ് ലിമിറ്റ് കൊടുത്തത് എന്നുള്ളത് കൊണ്ട് dsന് പകരം dx എന്ന് എഴുതാം. വിഷയമുള്ള ഒക്കെ ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് വർക്ക് ഡൺ. ടോട്ടൽ വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. That is total work done W is equal to integral 0 to x F.dx or F.ds ഏതും ആവാം. ഇതാണ് ഒരു വേരിയബിൾ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് കണ്ടെത്തുവാനുള്ള ഇക്വേഷൻ. രണ്ട് ഗ്രാഫും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. പുതിയ ടോപ്പിക്കിലേക്ക് നോക്കുക. പൊട്ടൻഷ്യൽ എനർജി. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കൈനറ്റിക് എനർജിയെ കുറിച്ചായിരുന്നു. ചലനം മൂലം ഒരു വസ്തുവിന് കിട്ടുന്ന ഊർജത്തെ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് എനർജി. ഇനി ഞാൻ പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഏത് എനർജി ആയാലും വർക്ക് ഡൺ എന്നുള്ളത് തന്നെയാണ് എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് എനർജി ആയാലും, എനർജി എന്ന വാക്കിന്റെ അർത്ഥം കപ്പാസിറ്റി ഓഫ് ഡൂയിങ് വർക്കാണ്. ജോലി ചെയ്യാനുള്ള കഴിവിനെയാണ് എനർജി എന്ന് വിളിക്കുന്നത്. നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിനെ അതിന്റെ പൊസിഷൻ മൂലം ഊർജത്തെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുമെന്നും ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് പൊട്ടൻഷ്യൽ എനർജിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു അമർത്തി പിടിച്ചു വെച്ചിരിക്കുന്ന സ്പ്രിങ് പരിശോധിച്ചാൽ, അമർത്തി പിടിച്ചിരിക്കുന്ന സ്പ്രിങ് ടെൻഷനുള്ള അവസ്ഥയിലാണ്, നോർമലായ അവസ്ഥയിൽ മാറി നിൽക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ അമർത്തി പിടിച്ചിരിക്കുന്ന സ്പ്രിങ്ങിന്ന് കൈയെടുത്തു കഴിഞ്ഞാൽ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരും. വരുന്ന പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അതിനായി ഊർജം വേണം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തെത്താൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് വർക്ക് ചെയ്തിട്ടാണ് അതിനെ അമർത്തി പിടിച്ചു വെച്ചിരിക്കുന്നത്. അമർത്തി പിടിച്ചു വെച്ചിരിക്കുന്ന സ്പ്രിങ്ങിന് നമ്മൾ കൈയെടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അമർത്തി പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ സ്പ്രിങ്ങിന്റെ കയ്യിൽ എനർജി ഉണ്ട് എന്നാണ്. ആ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് സ്പ്രിങ് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ പൊസിഷൻ മൂലം കിട്ടിയ ഊർജത്തെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ഇപ്പൊ ഒരു കല്ലെടുത്ത് നമ്മളൊരു ഉയരത്ത് കയറ്റി വെച്ചു എന്ന് വിചാരിക്കാം. ആ ഉയരത്ത് കയറ്റി വെച്ചിരിക്കുന്ന കല്ലിന് താഴെ വീണാൽ വർക്ക് ചെയ്യാൻ സാധിക്കും. താഴെ വീഴുന്ന സ്ഥലത്ത് ഡിസ്പ്ലേസ്മെന്റുകൾ ഉണ്ടാക്കാൻ ഓബ്ജക്റ്റുകൾക്ക് സാധിക്കും. ഉയരത്തിരിക്കുന്ന കല്ലിന് താഴത്താണ് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതേ ലെവലിൽ ഇരിക്കുന്ന സ്ഥലത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ടെൻഷനുള്ള, സ്ട്രെസ് ഉള്ള ഒരു അവസ്ഥയിൽ കിട്ടുന്ന എനർജിയാണ്. വെറുതെ പൊസിഷൻ, വെറുതെ ഇരിക്കുന്ന ഒരു ഓബ്ജക്റ്റിന് എനർജി ഉണ്ട് എന്നല്ല അർത്ഥം. അമർത്തി പിടിച്ചിരിക്കുന്ന സ്പ്രിങ് ആയാലും വലിച്ചു പിടിച്ചിരിക്കുന്ന സ്പ്രിങ് ആയാലും അതിന്റെ കയ്യിൽ എനർജി ഉണ്ട്. ഒരു ഉയരത്ത് കയറ്റി വെച്ചിരിക്കുന്ന ഓബ്ജക്റ്റ് എനർജി ഉണ്ട് എന്നാണ് പറയുന്നത്. ഏത് എനർജി ആയാലും നമ്മളെ സംബന്ധിച്ച് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് വർക്ക് ഡൺ. അങ്ങനെയെങ്കിൽ ഭൂമിയുടെ സർഫസിൽ നിന്നും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് h ഉയരത്തിലേക്ക് കൊണ്ടുവയ്ക്കാൻ എത്ര വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതിനെയാണ്. Gravitational potential energy means it is the amount of work done to raise an object to a height h by an external agency against the gravitational force. ഭൂമിയുടെ ആകർഷണ ബലത്തിനെതിരെ ഒരു ഓബ്ജക്റ്റിനെ h ഉയരത്തിലേക്ക് കൊണ്ടുചെന്ന് വെക്കാൻ എത്ര വർക്ക് ചെയ്തിട്ടുണ്ടോ അത്രയും വർക്ക് അതിന്റെ ഊർജമായി ആ ഹൈറ്റിൽ ഇരിക്കുന്ന ഓബ്ജക്റ്റ് സൂക്ഷിച്ചു വയ്ക്കും. That energy is called gravitational potential energy. It is the work done. So equation of work done is force dot displacement. You can write F dot S.
ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റിന് ഓപ്പോസിറ്റ് കൊടുക്കുന്ന ഫോഴ്സ് ആണ്. സോ ഫോഴ്സ് ഈസ് mg. ഫോഴ്സ് മുകളിലേക്ക് കൊടുത്തു, ഓബ്ജക്റ്റിന് മുകളിലോട്ട് തന്നെ കൊണ്ടുപോയത്. സോ തീറ്റ ഈസ് 0 ഡിഗ്രി. ഇപ്പൊ എഫ് ഡോട്ട് എസ് കണ്ടാൽ എഫ് എസ് കോസ് തീറ്റ വന്ന കോസ് 0 1 ആണ്. എഫ് ഡോട്ട് എസ് എന്തായി മാറും? അത് എഫ് എസ് ആയി മാറും. ആ എഫില് പകരമാണ് mg കൊടുത്തിട്ടുള്ളത്. എസ് ഇവിടുന്ന് ഇതുവരെ കൊണ്ടുവച്ചിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ്, ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എസിന് പകരം എച്ച് ആണ്. സോ വർക്ക് ഡൺ W is equal to mgh. This work done is called potential energy, and work is done against gravitational force, so it is called gravitational potential energy, and gravitational potential energy equal to mgh. Okay. ഭൂമിയുടെ സർഫസിൽ നിന്നും h ഉയരത്തിലിരിക്കുന്ന വസ്തുവിന്റെ കയ്യിലുള്ള എനർജി എത്രയായിരിക്കും? mgh. അടുത്ത ടോപ്പിക്കിലേക്ക് നോക്കുക. കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്. സംരക്ഷിത ബലങ്ങളും സംരക്ഷിതമല്ലാത്ത ബലങ്ങളും എന്ന് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സിന്റെ പ്രത്യേകത എന്നുള്ളതാണ്. ഇപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഞാൻ h ഹൈറ്റ് ഒരു ഓബ്ജക്റ്റിനെ കൊണ്ടുവച്ചു, കയ്യിലുള്ള എനർജി എത്രയാണ്? mgh ആണ്. ഞാൻ ഈ ഓബ്ജക്റ്റ് നേരെ ഇവിടെ കൊണ്ടുപോയി വെച്ചു. തുടങ്ങിയ പൊസിഷൻ x1 അവസാനിച്ച പൊസിഷൻ x2 ആണെന്ന് വിചാരിച്ചു. x1 നിന്ന് തള്ളി നീക്കി ഉയർത്തി x2 നേരിട്ട് കൊണ്ടുവച്ചു. എനർജി എത്രയാണ്? mgh ആണ്. ഈ ഓബ്ജക്റ്റിനെ ഞാൻ വേറൊരു പാതയിലൂടെ സഞ്ചരിപ്പിച്ച് x2 കൊണ്ടുവന്നു വെച്ചു. ഇപ്പൊ കൂടുതൽ ദൂരം അത് സഞ്ചരിച്ചിരിക്കും. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഓബ്ജക്റ്റിന്റെ കയ്യിലുള്ള എനർജിയിൽ മാറ്റം ഉണ്ടോ? ഇല്ല. ആ എനർജി അപ്പോഴും എന്ത് തന്നെയാണ്? mgh ആണ്. ഇനി കുറേം കൂടി ബുദ്ധിമുട്ടുള്ള ഒരു പാതയിലൂടെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുവച്ചു, അപ്പോഴും ഈ ഓബ്ജക്റ്റിന്റെ കയ്യിലുള്ള എനർജി മാറുമോ? ഇല്ല, സെയിം ആണ്. അതിനർത്ഥം ഓബ്ജക്റ്റിന്റെ കയ്യിലുള്ള എനർജി മാറുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെയാണ് ഇങ്ങനെ നീക്കി ഇവിടെ കൊണ്ടു വെച്ചിട്ടുള്ളത്. പല പാതകളിലൂടെ കൊണ്ടുവച്ചപ്പോഴും ഒരേ എനർജി എന്ന് പറഞ്ഞാൽ അർത്ഥം വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഓൺലി ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് ഫോളോഡ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെ ചെയ്യുന്ന വർക്ക് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. എനർജി സെയിം ആണെന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ സെയിം ആണ്. വർക്ക് ഡൺ സെയിം എന്ന് പറഞ്ഞാൽ തുടങ്ങിയ പോയിന്റും അവസാനിച്ച പോയിന്റും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഏത് പാതയിലൂടെ അവിടെ എത്തി എന്നുള്ളത് ഒരു പ്രശ്നമല്ല. അങ്ങനെ ഒരു ഫോഴ്സിനെതിരെ ചെയ്യുന്ന വർക്ക് അത് തുടങ്ങിയ പൊസിഷനും അത് അവസാനിപ്പിച്ചുള്ള പൊസിഷനും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുവെങ്കിൽ അത്തരം ഫോഴ്സുകളെ വിളിക്കുന്ന പേരാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. ഈ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ പ്രത്യേകത, നിങ്ങൾ ഒരു ഡയറക്ഷനിൽ അതിനെ അവിടെ കൊണ്ടുവയ്ക്കാൻ വർക്ക് അങ്ങോട്ട് കൊടുക്കണം. ആ x2 എന്ന പൊസിഷനിൽ നിന്ന് x1ലേക്ക് തിരിച്ച് ഇങ്ങോട്ട് വരുവാൻ നിങ്ങളായിട്ട് അതിന്റെ മുകളിൽ വർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങോട്ട് കൊടുത്തത് സൂക്ഷിച്ചു വെക്കുകയും വർക്ക് തിരിച്ച് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം ബലങ്ങളെ വിളിക്കുന്ന പേരാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. കാരണം തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഓബ്ജക്റ്റ് വർക്ക് നമുക്ക് പുറത്തേക്ക് തരും. അവിടെ കൊണ്ടുവയ്ക്കാൻ നമ്മൾ വർക്ക് അങ്ങോട്ട് കൊടുത്തു, തിരിച്ചു വരുമ്പോൾ തിരിച്ചുള്ള യാത്രയിൽ കൊടുത്തത് ഇങ്ങോട്ട് തിരിച്ചു തരും. അങ്ങനെ ഒരു ഡയറക്ഷനിൽ വർക്ക് അങ്ങോട്ട് കൊടുക്കുകയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വർക്ക് ഇങ്ങോട്ട് തിരിച്ചു തരികയും ചെയ്താൽ തുടങ്ങിയോട് തന്നെ തിരിച്ചെത്തിയാൽ റിട്ടേൺ ജേണിയിൽ നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ x1 എന്ന് പോയി x2ലെത്തി തിരിച്ച് x1ലേക്ക് എത്തിയാൽ നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് 0. ഇതൊരു കൺസർവേറ്റീവ് ഫോഴ്സിന്റെ പ്രത്യേകത. പിന്നെ റൗണ്ട് ട്രിപ്പ് ടോട്ടൽ വർക്ക് ഡൺ വിൽ ബി 0 ഇൻ എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഇപ്പൊ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ പ്രത്യേകത എന്തുകൂടിയാണ്? ഒരു ഡയറക്ഷൻ നമ്മൾ ഫോഴ്സ് അങ്ങോട്ട് കൊടുത്താൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വർക്ക് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ ഒരു കംപ്ലീറ്റ് ജേർണി എടുത്താൽ നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തുമായിരിക്കും? 0 ആയിരിക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഒരു ഡയറക്ഷനിൽ നിങ്ങൾ വർക്ക് കൊടുക്കേണ്ടി വന്നാൽ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അത്രയും വർക്ക് അത്രയും എനർജി അത് തിരിച്ചു തരും. പൊസിഷനെയും അവസാനിച്ച പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, വിച്ച് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ഫോളോഡ്. സച്ച് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആർ കോൾഡ് കൺസർവേറ്റീവ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. സ്പ്രിംഗ് ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. സംരക്ഷിത ബലങ്ങളാണ്. മനസ്സിലായല്ലോ? എന്നാൽ ഞാൻ ഒരു ടേബിളിന്റെ മുകളിൽ ഒരു ഓബ്ജക്റ്റ് വെച്ചു.
എം മാസുള്ളത്. ഈ എം മാസുള്ള ഓബ്ജക്റ്റിന് ഞാൻ ടേബിളിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് നീക്കി വേറൊരു സ്ഥലത്ത് കൊണ്ടുവച്ചു. x2 ആണ്. കൊടുത്തിരിക്കുന്ന ഫോഴ്സ് നീക്കിയിട്ട് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. ആര് വർക്ക് ചെയ്യണം? ഈ തള്ളുന്ന ആൾ വർക്ക് ചെയ്യണം, സംശയമൊന്നുമില്ല. വർക്ക് ഡൺ എന്ന് പറയുന്നത് x1 തുടങ്ങി എവിടെത്തി? x2. അപ്പൊ അതിന്റെ മുകളിൽ അങ്ങോട്ട് വർക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ കൊടുത്ത ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഓബ്ജക്റ്റ് നീങ്ങി ഇവിടേക്ക് ഇങ്ങോട്ട് വരുമോ? ഇല്ല. അതെന്താ നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാത്ത? ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലെ. നോക്ക്, ഇവിടെ നിങ്ങൾ ഈ ടേബിളിന്റെ മുകളിലൂടെ വസ്തുവിനെ നീക്കിക്കൊണ്ടുവരുവാൻ വർക്ക് ആർക്കെതിരെയാണ് കൊടുത്തത്? അത് ഫ്രിക്ഷനെതിരെയാണ്. ഫ്രിക്ഷനെതിരെ കൊടുത്തിരിക്കുന്ന ഒരു എനർജി ഉണ്ട്, ഒരു വർക്കുണ്ട്. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ആ എനർജി അത് തിരിച്ചിങ്ങോട്ട് തരില്ല. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങി വരുമ്പോഴും ആരാക്ട് ചെയ്യും? ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് കിട്ടി, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴും വർക്ക് കൊടുക്കേണ്ടി വരും, ഇങ്ങോട്ട് നീക്കി കൊണ്ടുവരുമ്പോഴും വർക്ക് കൊടുക്കേണ്ടി വരും. ഏത് പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്നതിനനുസരിച്ച് വർക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കൂടുതൽ ദൂരം സഞ്ചരിച്ചിട്ടുണ്ടോ കൂടുതൽ വർക്ക്. റിട്ടേൺ ജേണിയിൽ തിരിച്ചു തരുമോ? തിരിച്ചു തരില്ല. അങ്ങനെ ഒരു ഫോഴ്സിനെതിരെ ചെയ്യുന്ന വർക്ക് സഞ്ചരിച്ച പാതയെ, മൊത്തം പാതയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഫോഴ്സുകൾ വിളിക്കുന്ന പേരാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. സംരക്ഷിത ബലങ്ങളല്ല. ഒരു ഡയറക്ഷനിലെ എനർജി അങ്ങോട്ട് കൊടുത്താൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ എനർജി ഇങ്ങോട്ട് തിരിച്ച് തരില്ല. അത്തരം ബലങ്ങളെ വിളിക്കുന്ന പേരാണ് നോൺ കൺസർവേറ്റീവ്. എക്സാമ്പിള്, ഏത് ടൈപ്പ് ഫ്രിക്ഷൻ എടുത്താലും നോൺ കൺസർവേറ്റീവാ. കാരണം ഫ്രിക്ഷൻ എപ്പോഴും എനർജിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് ഏത് ഡയറക്ഷനിൽ പോയാലും ഫ്രിക്ഷൻ എനർജി വേസ്റ്റേജ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കും. തിരിച്ചെടുക്കാൻ പറ്റാത്ത എനർജികളാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ബലങ്ങളെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. കൺസർവേറ്റീവ് ഫോഴ്സും ഉണ്ട്, നോൺ കൺസർവേറ്റീവ്. കൺസർവേറ്റീവ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ഫോളോഡ്. നോൺ കൺസർവേറ്റീവ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പാത്ത് ഫോളോഡ് ബൈ ദി ഒബ്ജക്റ്റ്. അപ്പൊ ഈ ദൂരം കൂടിയ പാതയാണെങ്കിൽ കൂടുതൽ വർക്ക് വേണ്ടി വരും, ദൂരം കുറഞ്ഞ പാതയാണെങ്കിൽ കുറഞ്ഞ വർക്ക് മതി. ഒരു ഡയറക്ഷനിൽ വർക്ക് കൊടുത്താൽ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴും വർക്ക് കൊടുക്കേണ്ടി വരും. അത്തരം ഫോഴ്സുകളെ വിളിക്കുന്ന പേരാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലങ്ങൾ നോക്കാം. രണ്ട് വർക്കൗട്ട് എക്സാമ്പിളുകളും ഒരു അസൈൻമെന്റും ഉണ്ട്. എന്താണ്? Woman pushes a trunk on a railway platform which has a rough surface. She applies a force of 100 Newton over a distance of 10 meter. Thereafter she gets progressively tired and her applied force reduces linearly with the distance to 50 Newton. The total distance through which the trunk has been moved is 20 meter. Plot the force applied by the woman and the frictional force, which is 50 Newton versus displacement. Calculate the work done by the two forces over 20 meter. നോക്കുക, പ്രോബ്ലത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രോബ്ലത്തിൽ ഒരു സ്ത്രീ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ 100 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഒരു പെട്ടി തള്ളി നീക്കി കൊണ്ടുപോവാണ്. ഒരു 10 മീറ്റർ ദൂരം ഫോഴ്സ് കൊടുത്തിരിക്കുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് 100 ന്യൂട്ടൺ ആണ്. സോ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആക്സിസ്. ഇത്രയും ഭാഗം. ആ 10 മീറ്ററിന് ശേഷം സ്ത്രീ ക്ഷീണിക്കുകയും പിന്നീട് ഒരു 10 മീറ്റർ നീളം ദൂരം ഫോഴ്സ് 100-ൽ നിന്ന് ലീനിയർ ആയിട്ട് 50 വരെ കുറയുന്ന രീതിയിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ആ ഓബ്ജക്റ്റ് നീക്കി കൊണ്ടുപോയിട്ടുണ്ട്. രണ്ട് കേസിൽ ഈ പെട്ടി തറയിലൂടെ നീങ്ങി പോകുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഗ്രാഫ് വരയ്ക്കണം. ആ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ കൂടെ ഫ്രിക്ഷണൽ ഫോഴ്സും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗ്രാഫ് ആയിരിക്കണം. ആ ഗ്രാഫിൽ എത്ര വർക്കാണ് അപ്ലൈഡ് ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും ചെയ്തിട്ടുള്ളത് എന്നും കൂടെ കണ്ടെത്തി കൊടുക്കണം. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിൽ എങ്ങനെയാണ് വർക്ക് കാണുക? ഫൈൻഡിങ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് നമ്മൾ അറിഞ്ഞു വെച്ചിട്ടുള്ളതാണ്, പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ആ പറയുന്ന പ്രോസസ്സ്, ആ പറയുന്ന കേസ് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. എക്സ് ആക്സിസിൽ ഡിസ്പ്ലേസ്മെന്റ് 10 മീറ്റർ 20 മീറ്റർ എന്ന രീതിയിൽ ലേബൽ ചെയ്തു. വൈ ആക്സിസിൽ ഫോഴ്സ് 50 ന്യൂട്ടൺ 100 ന്യൂട്ടൺ എന്ന രീതിയിലാണ് ലേബൽ ചെയ്തിട്ടുള്ളത്.
ഫോഴ്സ് പോസിറ്റീവ് ഡയറക്ഷനിൽ അപ്ലൈഡ് എടുത്താൽ ഓപ്പോസിറ്റ് വരുന്ന ആരാ? ഫ്രിക്ഷൻ ആണ്. അപ്പൊ ഫ്രിക്ഷൻ ഫോഴ്സ് ഏത് ഭാഗത്ത് വരണം? നെഗറ്റീവ്. അതുകൊണ്ട് താഴത്തേക്ക് ഞാൻ ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത്. എക്സ് ആക്സിസിന്റെ പാരലൽ ആയിട്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് വരിക. കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് ആ മൂവ്മെന്റിൽ മൊത്തം കോൺസ്റ്റന്റ് ആണ്. സോ യു ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആക്സിസ്. എത്ര ന്യൂട്ടൺ ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്? 50 ന്യൂട്ടൺ. അങ്ങനെയെങ്കിൽ ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് ചെയ്ത വർക്ക് എത്രയാണ്? ഇതാണ് ആ പറഞ്ഞിരിക്കുന്നതിന്റെ ഗ്രാഫ്. നോക്കൂ, വർക്ക് കിട്ടണമെങ്കിൽ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന് താഴെ വരുന്ന ഏരിയ കാണാം. ഏരിയ ബി മുതൽ സി വരെ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്, സി മുതൽ ഇ വരെ വേരി ചെയ്യുന്ന ഫോഴ്സുമാണ്. അതുകൊണ്ട് ഈ വരച്ചിരുന്ന ഗ്രാഫിന്റെ താഴെയുള്ള ഷേപ്പ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ ഏരിയ കണ്ടാൽ നിങ്ങൾക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടുന്നതായിരിക്കും. ഏരിയ കാണുമ്പോൾ രണ്ട് ഷേപ്പുകൾ അവിടെ വരുന്നുണ്ട്. ഒരു റെക്ടാങ്കിൾ ഉണ്ട്, ഒരു ട്രപ്പീസിയം ഉണ്ട്. അതുകൊണ്ട് വർക്ക് ഡൺ W സമം ഏരിയ ഓഫ് റെക്ടാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രപ്പീസിയം ആയിരിക്കും. ദാറ്റ് ഈക്വൽ ടു റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നീളം ഗുണിക്കണം വീതിയാണ്. അപ്പൊ നീളം എന്ന് പറഞ്ഞാൽ ഇവിടെ 10 മീറ്റർ ഇൻറ്റു വീതി 100 ന്യൂട്ടൺ പ്ലസ് ഏരിയ ഓഫ് ട്രപ്പീസിയനെ കാണാം ഹാഫ് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ്. അങ്ങനെയാണ് ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാം. അതുകൊണ്ട് ഹാഫ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പാരലൽ ആയിട്ട് വന്ന സൈഡുകൾക്ക് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ് ആയിട്ട് വരിക. അപ്പൊ 10 ൽ 20 പോവാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 10 ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ്. പാരലൽ സൈഡ്സ് ഒന്ന് ഇതാണ്. ഇത് 50 ന്യൂട്ടണും ഇത് 100 ന്യൂട്ടണുമാണ്. സോ ഇറ്റ് ഈസ് 100 പ്ലസ് 50. Therefore our result will be 10 into 100, that is 1000 plus 150 150 into 10 1500 by 2 750. 1000 plus 750 you get 1750 joule. This is the work done under this graph. This is the work done by the applied force. അങ്ങനെയാണെങ്കിൽ work done by frictional force എന്താവും? ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടുള്ള വർക്ക് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ ഇത് തന്നെയാണ്. വർക്ക് ഡ്യൂ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് 50 ന്യൂട്ടൺ ഓപ്പോസിറ്റ് ആണ്. സോ -50 ഇൻറ്റു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റിലും ഈ 50 ന്യൂട്ടൺ കിട്ടിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് 20 മീറ്റർ. ദാറ്റ് ഈസ് 1000 വിത്ത് നെഗറ്റീവ് സൈൻ ജൂൾ. ഇത്രയും വർക്ക് ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വരും. ആൻഡ് ദിസ് ഈസ് ദ വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ്. ഓക്കെ, ഈ ക്ലാസ്സിൽ നമുക്ക് തന്നിരിക്കുന്ന അസൈൻമെന്റ് ഒരു ഗ്രാഫ് വരച്ച് അതിനെ അനലൈസ് ചെയ്യാനായിരുന്നു. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഡാറ്റ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വരയ്ക്കണം. ആ ഗ്രാഫ് അനലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെയുള്ള ഫോഴ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറയണം. ആ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിൽ നിന്ന് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതായിരുന്നു ഈ ക്ലാസിന്റെ അവസാനമായി തന്നിട്ടുണ്ടായിരുന്ന അസൈൻമെന്റ് വർക്ക്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഫോഴ്സ് y ആക്സിസിലും ഡിസ്പ്ലേസ്മെന്റ് x ആക്സിലും എടുത്തിട്ടാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. ഈ ഡാറ്റ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഫോഴ്സ് ലീനിയർ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുക. അതിന് ലീനിയർ ആയിട്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് വർദ്ധിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരേപോലെ വർദ്ധിച്ചു പോകുന്നുണ്ടെങ്കിൽ ഗ്രാഫിന്റെ ഷേപ്പ് എന്തായാലും ഒരു സ്ട്രെയിറ്റ് ലൈൻ, ചെരിവുള്ള സ്ട്രെയിറ്റ് ലൈനേ വരും. ഗ്രാഫ് പേപ്പറിൽ നിങ്ങൾക്ക് ഡാറ്റ വെച്ച് വരച്ചാൽ ഈ ഷേപ്പുള്ള ഗ്രാഫാണ് വരിക. കാരണം ഡിസ്പ്ലേസ്മെന്റ് കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായി ഫോഴ്സിന്റെ വില വർദ്ധിച്ചു വരികയാണ്. സോ റിലേഷൻ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഓർ ലീനിയർ റിലേഷൻ. ദിസ് ഈസ് ദ ഗ്രാഫ്. ഇനി ഗ്രാഫിന് താഴെയുള്ള ഏരിയ കണ്ടുനോക്കിയാലോ? വർക്ക് ഡൺ കിട്ടണം. വർക്ക് ഡൺ W is equal to half BH ആണ്. കാരണം ഷേപ്പ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഏരിയ എന്ന് പറയുന്നത് ഹാഫ് BH ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ ഇത്രയും നീളമാണ്. അത് ഡിസ്പ്ലേസ്മെന്റ് വില തന്നത് കൊണ്ട് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്ര എടുക്കാം? 5 ഇൻറ്റു ഹൈറ്റ്. അതിന് കറസ്പോണ്ടിങ് 5ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫോഴ്സ് 10 ന്യൂട്ടൺ ആണ്. സോ ഇറ്റ് ഈസ് 10
10 into 50 by 2, that is 25 joule. This is the work done, and it is found by finding area under the graph. Force displacement ഗ്രാഫിൽ താഴെ വരുന്ന ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം.